അതിനിടെ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ്, പാവപ്പെട്ടവർക്ക് വീട് നിർമ്മിക്കാനുള്ള പണം സർക്കാർ ഈ ചടങ്ങിനായി തിരുവനന്തപുരത്ത് ഇപ്പോൾ നടക്കാൻ പോകുന്ന ചടങ്ങിനായി വകമാറ്റി എന്നതാണ്. അതിദാരിദ്ര്യമുക്ത പ്രഖ്യാപന ചടങ്ങുകൾക്കായാണ് തുക വകമാറ്റിയത്. 1.5 കോടിയോളം രൂപയാണ് മാറ്റിയത്. ഒക്ടോബർ 26-ന് തദ്ദേശ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി PV അനുപമ ഇറക്കിയ ഉത്തരവിന്റെ പകർപ്പ് റിപ്പോർട്ടറിന് ലഭിച്ചു. അതിനിടെ കേരളം അതിദാരിദ്ര്യമുക്തം എന്ന് പ്രഖ്യാപിക്കുന്ന ചടങ്ങിലേക്ക് ആളെ എത്തിക്കാൻ തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാർക്ക് ക്വാട്ട നിശ്ചയിച്ച് ഉത്തരവും ഇറക്കി. ജില്ലയിലെ ഗ്രാമപഞ്ചായത്തിന് 200, ബ്ലോക്ക് പഞ്ചായത്തിന് 100, മുനിസിപ്പാലിറ്റിക്ക് 300 എന്നിങ്ങനെയാണ് ക്വാട്ട നിശ്ചയിച്ചത്. റഹീസ് റഷീദ് വീണ്ടും എത്തുന്നു നമുക്കൊപ്പം. റഹീസ് റഷീദ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ആൻഡ് ഗുഡ് ഈവനിങ്. റഹീസ്, ഈ പരിപാടിയുടെ സംഘാടനം, അതിനായുള്ള തുക എല്ലാത്തിനും, അതായത് പ്രഖ്യാപനങ്ങൾ നടത്തിയപ്പോൾ നേരത്തെ ക്ഷേമ പെൻഷൻ അടക്കം എല്ലാം ഞങ്ങൾ വഴി കണ്ടെത്തിയിട്ടുണ്ട് എന്ന് ധനമന്ത്രി പറഞ്ഞിരുന്നു. ഈ പരിപാടി സംഘടിപ്പിക്കുന്നതിനായിട്ടുള്ള വഴി കണ്ടെത്തിയത് യഥാർത്ഥത്തിൽ ആ സഹായം എത്തേണ്ട ആളുകളുടെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരിയാണോ റഹീസ്? സുജ, അങ്ങനെ പറയേണ്ടി വരും. നല്ലൊരു പരിപാടി ആണ് ഇത് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. പക്ഷേ അതിന്റെ ശോഭ കെടുത്തുന്ന ചില കാര്യങ്ങൾ കൂടി സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. അതിദാരിദ്ര്യ മുക്ത സംസ്ഥാനം എന്ന പ്രഖ്യാപനമാണ് നടക്കുന്നത്. അതിനുവേണ്ടി ചിലവഴിക്കുന്നത് 1.5 കോടി രൂപയാണ്. അത്ര വലിയ തുക ചിലവഴിക്കുന്നു, അതിൽ തെറ്റില്ല, പറയാം, സർക്കാരിന്റെ ഒരു ഡ്രീം പ്രോജക്റ്റാണ്. പക്ഷേ ഈ 1.5 കോടി രൂപ എടുത്തിരിക്കുന്നത് അതിദരിദ്രരായ ആളുകൾക്ക് ഷെൽട്ടർ നിർമ്മിക്കാൻ വേണ്ടി ഒരു 58 കോടി രൂപ നേരത്തെ വകയിരുത്തിയിരുന്നു. ആ 58 കോടി രൂപയിൽ നിന്ന് 1.5 കോടി രൂപ എടുത്തിട്ടാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലത്ത് സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഇത്ര ഗംഭീരമായ ഒരു പരിപാടി നടത്തുന്നത്. മറ്റൊരു കാര്യം, 40,000 പേരെ പങ്കെടുപ്പിച്ചാണ് ഈ പരിപാടി നടത്തുന്നത് എന്നാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത്. അതിൽ പങ്കെടുക്കേണ്ട ആളുകൾ ഓരോരുത്തർക്കും, അതായത് ബ്ലോക്ക് പഞ്ചായത്ത് 73 തദ്ദേശ സ്വയംഭരണ സ്ഥാപന പഞ്ചായത്തുകളാണ് ഇവിടെ ഉള്ളത്. ഒരു പഞ്ചായത്തിൽ നിന്ന് 200 പേർ വീതം ആണ് ഇവിടെ എത്തണമെന്നതാണ് കോട്ടയുള്ളത്. നഗരസഭയിൽ നിന്ന് 1000 കസേരയൊക്കെ നിറഞ്ഞോ റഹീസ് എന്ന കണക്ക് കൊടുത്ത്, കോട്ട കൊടുത്ത് ആളെ കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഒരു തീരുമാനമെടുത്ത് അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ സെക്രട്ടറിമാർക്ക് ഉത്തരവായി 25-ാം തീയതി നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ടാണ് ആളെ കൂട്ടിയത്. എന്തായാലും അതിദാരിദ്ര്യമുക്ത പ്രഖ്യാപന ചടങ്ങിലേക്ക് ആളെ എത്തിക്കാൻ തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാർക്ക് കോട്ടയൊക്കെ നിശ്ചയിച്ച് നൽകിയിരിക്കുകയാണ്. ആളെ എത്തിക്കാൻ കോട്ട കൊടുത്തോ സർക്കാർ? ആ ചോദ്യത്തിന് മറുപടി പറയേണ്ടി വരും തദ്ദേശ സ്വയംഭരണ മന്ത്രി MP രാജേഷ് അടക്കമുള്ളവർ. തിരിച്ചെത്താൻ നമുക്ക് ആ പരിപാടിയുടെ ശോഭ നമുക്ക് കെടുത്തേണ്ട. പരിപാടി അവിടെ നടക്കട്ടെ. പക്ഷേ പരിപാടിക്കൊപ്പം നടന്ന മറ്റു ചില പരിപാടികളുടെ വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. അത് പറയാതിരിക്കാൻ കഴിയില്ലല്ലോ.